നിറഞ്ഞ പ്രാർത്ഥനയോടും കൂടെ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. പ്രിയരെ, നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, the storm that is in you, നിങ്ങളിൽ ഉടലെടുത്തിരിക്കുന്ന ആ വലിയ കൊടുങ്കാറ്റ്, ആ വലിയ പ്രവാഹം ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവർ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. The tsunami in you, നിങ്ങളുടെ സമീപമുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് വരില്ല. How close to you are with your problem, അത്രത്തോളം നിങ്ങൾക്ക് ആ പ്രശ്നത്തെ ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫീൽ ചെയ്യുന്ന പ്രശ്നം നിങ്ങളുടെ സഹോദരങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് വരില്ല, നിങ്ങളുടെ കൂടെയുള്ളവർ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. പക്ഷെ നിങ്ങളെ നന്നായിട്ട് അറിയുന്ന ഒരു തമ്പുരാനുണ്ട്. ആകുലങ്ങൾ നേരിടുമ്പോഴും പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും പ്രതികൂലമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സഹായം തരുന്ന ഒരു തമ്പുരാൻ. നാം വിദൂരവേ ആണെങ്കിലും നാട്ടിലെ വാർത്തകളും നാട്ടിലെ സംഭവങ്ങളും ഒക്കെ കണ്ടും കേട്ടുമിരിക്കുന്നവരാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വാർത്ത കേട്ടു. വളരെ ധനാഢ്യനായ ഒരു മനുഷ്യൻ, ആഡംബരത്തിന്റെ അത്യുച്ചകോടിയിൽ നിന്നവൻ, ഒരു പുരുഷായുസിൽ നേടിയെടുക്കാവുന്നതൊക്കെ തന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവയൊക്കെ നേടിയെടുത്തൊരു മനുഷ്യൻ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം അവസാനം തന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. വേദന ഒരുപാട് സമ്മാനിച്ചൊരു വാർത്തയായിരുന്നു അത്. പക്ഷെ പരിശോധനകൾ വരുകിൽ മനം പതറാതെ ആശ്രയിക്കുവാൻ നമുക്ക് ലഭിക്കപ്പെട്ട ഒരു ഭാഗ്യം എത്ര വലുതാ പ്രിയരെ. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങൾ നേരിടാഞ്ഞിട്ടല്ല, പ്രയാസങ്ങളെ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നേരിട്ടവരാണ് നാം. പ്രതികൂലങ്ങളെ നാം നേരിട്ടവരാണ്. പക്ഷെ പരിശോധനകൾ വരികിലും മനം പതറാതെ ആശ്രയിച്ചിടുവാൻ, ബലഹീനതയിൽ കവിയും കൃപ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രയിപ്പാൻ കൃപ പകരുന്ന ഒരു തമ്പുരാൻ നമുക്കുള്ളതിനായി ഇന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? കർത്താവേ, നിന്റെ കൃപയാണ് എന്നെ ഇത്രത്തോളം നിർത്തിയിരിക്കുന്നത്, നിന്റെ ദയയാണ് എന്നെ ഇത്രത്തോളം പൊതിഞ്ഞിരിക്കുന്നത്. ഞാൻ തകരാതെ, ഞാൻ തളരാതെ, ഞാൻ വീഴാതെ ഇത്രത്തോളം നിന്നത് നിന്റെ കൃപയാ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. തികഞ്ഞ പ്രാർത്ഥനയോടും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തോടും കൂടെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ചേർന്ന് പാടാം. പരിശോധനകൾ വരികിൽ മനം പതരാതെ ആശ്രയിച്ചിടുകിൽ, ബലഹീനതയിൽ കവിയും കൃപമതി എന്ന് ആശ്രയിച്ചിടുകിൽ.
യേശുവേ, എനിക്കെല്ലാം യേശുവേ. ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒരു തീയിൽ ദൈവത്തിന്റെ സാന്നിധ്യം മോശ നേരിട്ട് കാണുക. ആ സാന്നിധ്യം അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ചെന്ന് കഴിഞ്ഞ 400 വർഷം ഇസ്രായേലിനെ അടിമയാക്കിയ മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ പോകുകയാണ്. നീ ചെന്ന് അവ ജനത്തോട് കൽപ്പിക്കണം, ഞാൻ നിങ്ങളെ എനിക്ക് ജനമായി കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രൈമിന്റെ ഊഴിയവേലയിൽ നിന്നും നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് അറിയിക്കുക എന്ന് പറഞ്ഞു. ഇതേ വാക്ക് തന്നെ മോശ പോയിട്ട് മിസ്രൈമിലുള്ള ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്. ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരുമെന്ന് പറഞ്ഞു. ഈ വാക്കവർ കേട്ടിട്ട് ദൈവജനം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ യഹോവയാകുന്നു. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. കഴിഞ്ഞ 430 വർഷം ജനം ഈ അടിമത്തത്തിൽ കിടക്കുകയാണ്. ഇതുപോലത്തെ പല വാക്കുകൾ, ഉദ്ധാരണത്തിന്റെ വാക്കുകൾ, പുറത്തു വരുന്നതിന്റെ വാക്കുകൾ, വിടുതലിന്റെ വാക്കുകൾ കേട്ടു. പക്ഷെ നീണ്ട കാലഘട്ടങ്ങൾ ഒരു മാറ്റം കാണാത്തതുകൊണ്ട്, നീണ്ട കാലഘട്ടങ്ങൾ ഒരു വിടുതൽ കാണാത്തതുകൊണ്ട്, അടിമവേല കൊണ്ട്, മനോവസനം കൊണ്ട് ഈ കേട്ട വാക്കിനെ അവർ തള്ളിക്കളഞ്ഞു. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇതല്ലേ സംഭവിക്കുന്നത്. തമ്പുരാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു കുറെ നാളായിട്ട് കേട്ടത് കൊണ്ട്, ഒരു മാറ്റവും കാണാത്തത് കൊണ്ട്, ഒരു വിടുതലും കാണാത്തത് കൊണ്ട് ഇന്നും ചില വാക്കുകളെ നിങ്ങൾ തള്ളിക്കളയുകയല്ലേ. അതൊരു കുറവായിട്ട് ബൈബിൾ പറയുന്നില്ല, ഒരു കുറ്റമായിട്ട് ബൈബിൾ പറയുന്നില്ല. ബൈബിൾ പറയുക, നിങ്ങളോട് ആലോചന പറയുമ്പോഴും, നിങ്ങളോട് ഇന്ന് ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴും അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഈ നീണ്ട കാലങ്ങളായി നിങ്ങൾ ഇതിനെ അഭിമുഖീകരിക്കുന്നത് കൊണ്ട്, യു ആർ ഫേസിംഗ് ഇറ്റ് സോ ലോങ്. കുറെ കാലമായി അനുഭവിക്കുന്നതിന്റെ നടുവിൽ വന്നിട്ട് ദൈവം പറയുക, ഇതിൽ നിന്ന് പുറപ്പെടുവിക്കുമെന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ചെവിക്കൊള്ളാനോ ഉൾക്കൊള്ളാനോ പറ്റാത്തൊരവസ്ഥ വരും. ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞു, ഈ കാലത്ത് ഞാൻ നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രവൃത്തി ചെയ്യും. നിന്നോട് ഞാൻ അത് വിവരിച്ചു പറഞ്ഞാൽ നീ വിശ്വസിക്കയില്ല. വിശ്വസിപ്പാൻ പറ്റാത്ത രീതിയിൽ ചില കാലങ്ങളായി കെട്ടിയ കെട്ടിൽ നിന്ന് ഈ ജനത്തെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇസ്രായേലെ, നിന്റെ മനോവസനം കൊണ്ടോ നിന്റെ വേദന കൊണ്ടോ നീ വിശ്വസിച്ചില്ലല്ലോ, ഈ ദിവസത്തിൽ ഒന്നിൽ ഞാൻ നിന്നെ ഈ പരമോന്നത അടിമത്തിൽ നിന്ന് പുറപ്പെടുവിക്കാം. കൃപ പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് ഏറ്റെടുപ്പാൻ കഴിഞ്ഞില്ലല്ലോ. Oh, because of your heavy burden. Arkama rabana udamana shaduramama. Jesus, ഒരു വിടുതൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ, ഒരു അത്ഭുതം ഇന്ന് പകൽ സംഭവിക്കട്ടെ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ചിലതിന്റെ മനോവസനം കാരണം, ചിലതിന്റെ വേദന കാരണം
ചിലതിന്റെ കഷ്ടപ്പാട് കാരണം ചിലതിനതുകൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. Because you are facing so long. ആ ഒരു വേദന, ആ ഒരു പ്രയാസം, ആ ഒരു ഭാരം കാരണം അതിന്റെ മുകളിൽ നിൽക്കുന്ന ദൈവസത്യത്തെ പോലെ ഉൾക്കൊള്ളാൻ കഴിയാതെ വണ്ണം മനം തകർന്നിരിക്കുമ്പോൾ, whether you take it or not, God is going to perform in your life. നിനക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാലും ഇല്ലേലും ഒരു പ്രവൃത്തി ഈ നാട്ടിൽ നടക്കാൻ പോകുക, നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുക, നിന്റെ തലമുറയിൽ നടക്കാൻ പോകുക. നിനക്ക് വിശ്വസിച്ചാലും കഴിഞ്ഞില്ലേലും സഭയിൽ നടക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്തു കൊടുക്കട്ടെ. ഒരത്ഭുതം നടക്കാൻ പോകുക, ഒരു വിടുതൽ നടക്കാൻ പോകുക, ഒരു പുറപ്പാട് നടക്കാൻ പോകുക, ഒരത്ഭുതം നടക്കാൻ പോകുക. ചില ബന്ധങ്ങളെ പൊട്ടിച്ചുകൊണ്ട്, ചില പ്രതികൂലങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ഒരു വിടുതൽ പുറത്തു വരാൻ പോകുക. കൃപയേറും കർത്താവിൽ വിശ്വാസം, അതിനാൽ കൃപ എന്തു നല്ലൊരു ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാവുന്ന അനുഗ്രഹമായ ഒരു അനുഗ്രഹീതമായ ഗാനം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് തുടർന്നുള്ള സമയങ്ങൾ ആരാധിക്കാമല്ലോ. നാം ആരാധനയിൽ കടന്നു പോകുമ്പോൾ ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്നൊരു തമ്പുരാൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുവാൻ വേണ്ടി രാവിലെ തന്നൊരു സന്ദേശമാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ ഒരു ദൂതായിട്ട് അങ്ങ് ഏറ്റെടുത്തു. മനോവ്യസനം കാരണം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റിയില്ലേലും, പ്രയാസം കാരണം നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലേലും, ദൈവം അറിയുന്നുണ്ട് നിങ്ങളുടെ വേദ. ദൈവം നിങ്ങളുടെ ഉഴച്ചിലുകളെ എണ്ണുന്ന ഒരു കർത്താവാണ്. ഈ ദിവസങ്ങളിൽ ഒരു പ്രവൃത്തി വെളിപ്പെടും. അതങ്ങ് ഏറ്റെടുത്തങ്ങ് ആരാധിക്കേ, ഇതങ്ങ് പ്രാപിച്ച് ആരാധിക്കേ. കർത്താവ്, ഇറ്റ് ഈസ് ഫോർ മീ, ഇറ്റ് ഈസ് ഫോർ മൈ ഫാമിലി, it is for my children and it's for my church എന്നുള്ള ഒരു ഉത്ഭവത്തോടു കൂടെ ഇത് ഏറ്റെടുത്ത് നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ആത്മനിറവോടുകൂടെ തുടർന്നുള്ള സമയത്ത് നമ്മുടെ കർത്താവിനെ ആരാധിച്ചോ നമുക്ക് മഹത്വം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. Oh Jesus, 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 Jesus. Jesus, 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 Jesus. Hallelujah. കൃപയേറും കർത്താവിൽ വിശ്വാസം, അതിനാൽ
വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവരെന്താലും തിരുജീവനെ തന്നവരിനി വേലും കൃപയാൽ നടത്തുമേ. അവൻ തിരുജീവനെ തന്നവരിനി വേലും കൃപയാൽ നടത്തുമേ. കൃപയോടെ ആശ്രയം. ഹല്ലേലൂയ.
വൈരാഗ്യത്തിന്റെ ശക്തികളെ സ്പർശിക്കുകയോ ഉച്ച മുതലുള്ളങ്കാൽ വരെയും വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വീണ്ടെടുത്തവന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റവന്റെ ഉയർപ്പിന്റെ ശക്തി. ഞങ്ങളിവിടെ ആരാധിക്കുമ്പോൾ പിതാവേ, അവിടെ ഞങ്ങളുടെ ആരാധന സ്വീകരിക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് ഞങ്ങളുടെ ചില തലമുറകളുടെ മേൽ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ വലിയൊരു വിടുതൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവെന്ന് കോവറിയട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായവനെ, മഹത്വത്തിൽ അധിവസിക്കുന്നവനെ, ഉയർന്നു മുഖമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ, പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്കെന്ന് വിടുതലിനായ സ്തോത്രം, ഞങ്ങളുടെ വീണ്ടെടുപ്പിനായ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകിയതിനായ സ്തോത്രം, നിത്യതയ്ക്ക് വേണ്ടി മുദ്രയിട്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ കാവൽ തന്നതിനായ സ്തോത്രം, ആത്മാവിന്റെ ശക്തി പകർന്നതിനായ സ്തോത്രം. ആമേ തുടർന്നിന്റെ സന്നിധിയിലായിരിക്കട്ടെ. എല്ലാ സ്തുതി ബഹുമാനം ആമേ പുകഴ്ചയ്ക്ക് അവിടുന്ന് മാത്രം യോഗ്യൻ. ആമേ ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും ആരാധനയും ബഹുമാനവും സ്നേഹവും അവിടുന്ന് സ്വീകരിക്കുമാറാകണമേ. ആമേ.